ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയ പ്രവാചകനിലൂടെ സമറിയയിലെ ഇസ്രായേലിലെ രാജാവായ ആഹാബിനെ കുറിച്ചാണ്. ആഹാബിനും അവൻ്റെ ജീവിത പങ്കാളി ജസബലിനും അവൻ്റെ ഭവനത്തിൻ്റെ മേലും ഇസ്രായേൽ ജനത്തിൻ്റെ മേലും വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് ദൈവം തിഷ്ബിനായ ഏലിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തു. അത് കേട്ട് ഭയന്ന് അസ്വസ്ഥനായിരിക്കുന്ന ആഹാബ് രാജാവിനെ നമ്മൾ കാണുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം 27 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ അനിഷ്ടം സമ്പാദിച്ച ആഹാബ് പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ട് അസ്വസ്ഥനായി മുന്നോട്ട് നീങ്ങുകയാണ്. അവൻ ഉടനെ ചെയ്തത് 4 കാര്യങ്ങളാണ്. അവന് വസ്ത്രം അവൻ വലിച്ചു കീറി. രണ്ടാമത് അവൻ ചെയ്തത് അവൻ ചാക്കുടുത്തു. മൂന്നാമത് അവൻ ഉപവസിച്ചു. നാലാമത് അവൻ ചാക്ക് വിരിച്ച് അതിൽ ഉറങ്ങി. വീണ്ടും ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തി തല താഴ്ത്തി നടന്നു. പ്രൈസ് ലോർഡ്. ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവനൊരു മുന്നറിയിപ്പ് കൊടുത്തത്. ആ മുന്നറിയിപ്പിലൂടെ അവൻ്റെ തെറ്റുകളെ തിരുത്തുവാൻ, അനുദപിക്കുവാൻ അവൻ തയ്യാറായി. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ടത് അനുദപിക്കണം. മറ്റൊന്ന്, അനർഹമായത് കൈവശമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുവാൻ ഒരു ഉണ്ടാകണം. വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുക, കൈവശപ്പെടുത്തത് തിരിച്ചു കൊടുക്കുക. അവിടെയാണ് ഈശോ പറഞ്ഞത്, ഈശോയുടെ മുമ്പിൽ സക്കേസ് പറഞ്ഞത്, ഞാൻ വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടി തിരിച്ചു കൊടുത്തുകൊള്ളാം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം തിഷ്ബിനായ ഏലിയയോട് അരുളി ചെയ്തു, എൻ്റെ മുമ്പിൽ ആഹാബ് എളിമപ്പെടുത്തിയത് കണ്ടില്ലേ? തന്നെ തന്നെ എളിമപ്പെടുത്തിയത് കണ്ടില്ലേ? ആയതിനാൽ അവൻ്റെ കാലത്ത് അവൻ്റെ ഭവനത്തിൻ്റെ മേൽ ഞാൻ നാശം വരുത്തുകയില്ല. അവൻ്റെ പുത്രൻ്റെ കാലത്ത് ആ ഭവനത്തിൻ്റെ മേൽ തിന്മ വരുത്തും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാറ് നമ്മൾ വിശുദ്ധമായിട്ടൊക്കെ ജീവിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയേറെ തകർച്ചകൾ, പ്രശ്നങ്ങൾ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കണം, പൂർവ്വരുടെ ഏതെങ്കിലും പാപത്തിന് മേഖലകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അനുദപിക്കുക, എളിമപ്പെടുക, ഉപവാസം പ്രഖ്യാപിക്കുക, പ്രാർത്ഥിക്കുക, അറിവുള്ളത് തിരിച്ചു കൊടുക്കുവാൻ തയ്യാറാവുക. എന്നെ സമീപിച്ച ഒരു പ്രായം ചെന്ന ഒരു ചേട്ടനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ തേങ്ങാ കച്ചവടക്കാരനായിരുന്നു. ഒരു സ്ഥാപനത്തിൽ എല്ലാ മാസവും തേങ്ങ എടുക്കുമായിരുന്നു. അന്നത്തെ നടത്തിപ്പുകാരൻ്റെ കയ്യിൽ നിന്നാണ്, തേങ്ങാക്കാരൻ തേങ്ങ കൊണ്ടായാലും നടത്തിപ്പുകാരൻ ആ പൈസ സ്ഥാപനത്തിൽ വെക്കണം. ആ തേങ്ങ കൊണ്ടുപോയത് ആള് പൈസ കൊടുത്തില്ല. 1000 തേങ്ങകളുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ നടത്തിപ്പുകാരൻ ആ പൈസ ആ സ്ഥാപനത്തിൽ വെക്കേണ്ടതായിട്ട് വന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഈ പറഞ്ഞ നടത്തിപ്പുകാരൻ മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന് ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ഓർമ്മ വന്നു, ഞാൻ വഞ്ചിച്ചെടുത്തത് തിരിച്ചു കൊടുക്കണമല്ലോ. ഇതൊക്കെ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത്, ചേട്ടനന്ന് വാങ്ങിച്ചത് കൊടുക്കാതിരുന്നത്
ആ ഭവനത്തിൻ്റെ അവകാശമാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഉള്ളവരിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അനുദപിക്കണം ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച്. ദൈവസന്നിധിയിൽ ഏറ്റുപറയണം, ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയണം, നല്ലൊരു കുമ്പസാരം നടത്തണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അറിഞ്ഞു അദ്ദേഹം ആ വീട്ടിൽ ചെന്നു, അവരോട് സംസാരിച്ചെന്നു. ആ വീട്ടുകാർ നല്ല മനസ്സുള്ളതായതുകൊണ്ട് അവർ പറഞ്ഞു, അത് അപ്പൻ്റെ കാലത്തല്ലേ, അത് വിഷയമല്ല, ചേട്ടൻ സന്തോഷത്തിൽ പൊക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം അവർ ആ പൈസ വാങ്ങിച്ചില്ല. അത് അവരുടെ ഒരു നന്മ. ഞാൻ പറഞ്ഞു വെച്ചത്, ദൈവസന്നിധിയിൽ എളിമപ്പെടുവാനും വഞ്ചിച്ചടിച്ചത് തിരിച്ചു കൊടുക്കുവാനും ഒക്കെ തയ്യാറായപ്പോൾ അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെക്കുറിച്ച് നമുക്ക് അനുദപിക്കാം, നമുക്ക് ഉപവസിക്കാം, എളിമപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കാം, ഉദാശകരമായ ജീവിതം നയിക്കാം. എത്രയും വേഗം കുമ്പസാരത്തിലേക്ക് അടുക്കുക, ദൈവവുമായുള്ള ബന്ധം അനുനയിപ്പിക്കുക. അത് നിന്റെ ജീവിതത്തിൽ മാറി തലമുറകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലമുറകളുടെ മേലും വരരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ജോബ് തന്റെ മക്കൾ പാപം ചെയ്യുമോ എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ പാപപരിഹാര ബലി അർപ്പിച്ചിരുന്നു. വിശേഷ ദിവസങ്ങളിൽ തന്റെ മക്കൾ പാപം ചെയ്യുമോ എന്ന് ഭയന്ന് ജോബ് തന്റെ മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ചവനാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ യാതൊരു കുഴപ്പം വരാതിരിക്കുവാൻ വേണ്ടി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് പ്രചോദനം നൽകട്ടെ, നമ്മളെ വിശദീകരിക്കട്ടെ, നമ്മുടെ മനസ്സിനെ വിശദീകരിക്കട്ടെ. എൻ്റെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.